ടു ഗോഡ്. ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് ഒന്നിച്ച ദൈവസന്നിധിയിലായിരിക്കുവാൻ, മാറ്റമില്ലാത്ത കർത്താവിൻ്റെ വചനത്തെ കേൾക്കുവാൻ പരിശുദ്ധാത്മ നൽകിയ ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡുകളിലൂടെ അനേക പ്രിയപ്പെട്ടവർക്ക് അത്ഭുത സൗഖ്യത്തെ കർത്താവ് നൽകിക്കൊടുത്തു. അനേകരോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിപ്പാനിടയായി. ഇന്നും നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അദൃശ്യമായ അത്ഭുതത്തിൻ്റെ കരം നിങ്ങളെ സ്പർശിക്കാൻ ഇടവരും. നിങ്ങൾ വളരെ വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുക. പരിശുദ്ധാത്മ നിങ്ങളെ അതിനായി സഹായിക്കട്ടെ. നമ്മുടെ അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി മർക്കോസിൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. മർക്കോസ് സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ. അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നാറെ വലിയ പുരുഷാരം അവരെ ചുറ്റി നിൽക്കുന്നതും ശാസ്ത്രിമാർ അവരോട് തർക്കിക്കുന്നതും കണ്ടു. പുരുഷാരം അവനെ കണ്ട ഉടനെ ഭ്രമിച്ച് ഓടി വന്ന് അവനെ വന്ദിച്ചു. അവൻ അവരോട്, നിങ്ങൾ അവരുമായി തർക്കിക്കുന്നത് എന്തേ എന്ന് ചോദിച്ചു. അതിന് പുരുഷാരത്തിൽ ഒരുത്തൻ, ഗുരു, ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അതവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. പിന്നെ അവനെ നുരച്ചും പല്ല് കടിച്ചും വരണ്ടു പോകുന്നു. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നുത്തരം പറഞ്ഞു. അവൻ അവരോട്, അവിശ്വാസമുള്ള തലമുറ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും? എത്രത്തോളം നിങ്ങളെ പൊറുക്കും? അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീനെന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ എഴുതിയിരിക്കുന്നു, ഉടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ട ഉടനെ ആത്മാവ് അവനെ ഇഴച്ചു. അവൻ നിലത്ത് വീണ് നുരച്ചുരുണ്ടു. ഇത് അവന് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് അവൻ്റെ അപ്പനോട് ചോദിച്ചതിന് അവൻ ചെറുപ്പം മുതൽ തന്നെ അതവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ? വിശ്വസിക്കുന്നവന് സകലതും കഴിയുമെന്ന് പറഞ്ഞു. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അവിശ്വാസത്തിന് എന്നോട് സഹായിക്കണമേ എന്ന് പറഞ്ഞു. 25-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എന്നാറെ പുരുഷാരം ഓടിക്കൂടുന്നത് യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു. ഊമനും ചെകിടനുമായ ആത്മാവെ, ഇവനെ വിട്ടുപോ, ഇനി ഇവൻ കടക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് നിലവിളിച്ച് അവനെ വളരെ ഇഴച്ചു പുറപ്പെട്ടു പോയി. മരിച്ചുപോയി എന്ന് പലരും പറയത്തക്കവണ്ണം അവൻ മരിച്ച പോലെയായി. യേശു അവനെ കൈക്ക് പിടിച്ച് നിവർത്തി. അവൻ എഴുന്നേറ്റു. വീട്ടിൽ വന്ന ശേഷം ശിഷ്യന്മാർ സ്വകാര്യമായി അവനോട്, ഞങ്ങൾക്കതിനെ പുറത്താക്കുവാൻ കഴിയാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. 29-ാമത്തെ വാക്യം, പ്രാർത്ഥനയാൽ അല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അനേകം ആൾക്കാർ യേശുവിൻ്റെ അരികിൽ വരിക പതിവായിരുന്നു. അനേക പുരുഷാരം യേശുക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം കേൾക്കുവാനും യേശുക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിക്കുവാനും അവൻ്റെ കരത്താൽ നടക്കുന്ന അത്ഭുതങ്ങളെ സ്വീകരിക്കുവാനും വളരെ പുരുഷാരം വന്നുകൂടുമായിരുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ശിഷ്യന്മാരും പുരുഷാരും ഒക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് ഈ യോഗത്തിൻ്റെ ഇടയിൽ ആൾക്കാരിങ്ങനെ നിന്ന് തർക്കിക്കുന്ന, എന്തൊക്കെയോ സംസാരിക്കുന്നൊരു കാഴ്ച യേശു കർത്താവ് കണ്ടു. അപ്പോൾ കർത്താവ് ചോദിച്ചു, എന്താ വിഷയം? നിങ്ങളെല്ലാവരും എന്നാ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നത്? അല്ലെ, നിങ്ങൾക്ക് വട്ടം കൂടി നിന്ന് എന്താ ഈ സംസാരിക്കുന്നത് എന്ന് ചോദിച്ച സമയത്ത് ആ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യനാണ് ഈ ചെകിടനായ ഊമനായ മകൻ്റെ പിതാവ്. അദ്ദേഹം മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, യേശുവേ, എൻ്റെ മകനെ നിൻ്റെ അരികിൽ ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാണ് വലിയ പുരുഷാരും വലിയ ആൾക്കാരും വലിയ കൂട്ടമൊക്കെ നിൽക്കുമ്പോൾ നിൻ്റെ അടുത്തോട്ട് വരാൻ പറ്റാത്ത നിലയിൽ വളരെ തിരക്കായിരുന്നു. എന്നാൽ ഞങ്ങൾ കരുതി നിൻ്റെ ശിഷ്യന്മാരുടെ കയ്യിൽ ഈ മകനെ ഏൽപ്പിച്ചാൽ അവർ സൗഖ്യമാക്കുമെന്ന്. കാരണം നിൻ്റെ കൂടെ നടക്കുന്നവർക്ക് നിൻ്റെ ക്വാളിറ്റി കാണും എന്ന് ഞങ്ങൾ കരുതി. ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവർക്ക്, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്ന നിൻ്റെ ശിഷ്യന്മാർക്ക്, നിന്നോടുകൂടെ ഇരിക്കുന്ന നിൻ്റെ ശിഷ്യന്മാർക്ക് നിൻ്റെ ക്വാളിറ്റി കാണുമെന്ന് കരുതി ഞങ്ങൾ അവരെ നിന്നെപ്പോലെ കണ്ടു. പക്ഷേ ഞങ്ങൾക്ക് അബദ്ധം പറ്റി. അവരടുക്ക ചെന്നപ്പോൾ അവർക്ക് എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. ഇത് സമൂഹത്തിൻ്റെ പ്രശ്നമാണോ നമ്മുടെ പ്രശ്നമാണോ? ഇത് ശിഷ്യന്മാരുടെ കുഴപ്പമാണോ
അതോ ഈ പിതാവ് അങ്ങനെ ചിന്തിച്ചതിൻ്റെ കുഴപ്പമാണോ? ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, ആ പിതാവ് ഈ രോഗിയായ മകൻ്റെ അപ്പൻ വളരെ സിൻസിയറായിട്ട് ചിന്തിച്ചൊരു മനുഷ്യനാണ്. യേശുവിൻ്റെ കൂടെ നടക്കുന്ന ആൾക്ക് യേശുവിൻ്റെ ക്വാളിറ്റി കാണണമല്ലോ. യേശുവിൻ്റെ കൂടെ നടക്കുന്നു എന്ന് പറയുന്നവർക്ക് യേശു ചെയ്തത് ചെയ്യാൻ കഴിയണമല്ലോ. വാസ്തവമായും അന്നും ഇന്നും ലോകം ഇത് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഈ എപ്പിസോഡ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനെ അനുഗമിക്കുകയും നിങ്ങൾ യേശുവിനെ സേവിക്കുകയും സ്നേഹിക്കുകയും ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് അഭിമാനിക്കുകയും ചെയ്തിട്ട് യേശുക്രിസ്തുവിൻ്റെ യാതൊരു സ്വഭാവവും നിങ്ങൾ കാണാതിരിക്കുമ്പോൾ, ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യാതൊന്നും നിങ്ങൾ അനുസരിക്കാതിരിക്കുമ്പോൾ, ഒരു ജാതീയനായ മനുഷ്യൻ പോലും കാണിക്കാത്ത കാര്യങ്ങൾ ഒരു ദൈവവേദന എന്ന് പറയുന്ന ഒരു വ്യക്തി കാണിക്കുമ്പോൾ സമൂഹം ചോദ്യം ചെയ്യും എന്നുള്ളതിന് രണ്ട് തരമില്ല. അത് നിശ്ചയമായും ചോദിച്ചിരിക്കും. എന്നാൽ എവിടെയാണ് ഇവിടെ ഒരു ക്രമീകരണം വരേണ്ടത്? ഇവിടെ ഒരു ക്രമീകരണം വരേണ്ടത് യേശുവിലല്ല, ഈ അപ്പനിലുമല്ല, രോഗിയിലുമല്ല. ഇവിടെ ഒരു ക്രമീകരണം വരേണ്ടത് ശിഷ്യന്മാരിലാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് യേശു ക്രിസ്തു വളരെ പരസ്യമായി ഈ ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നത്. ഇവിടെ കർത്താവ് 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ അവരോട്, അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ പൊറുക്കും. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ കൂടെ എത്ര വർഷം കൊണ്ട് ഞാൻ ഇരിക്കുക, എത്ര നാൾ കൊണ്ട് നിങ്ങളെ കൂടെ കൊണ്ട് നടക്കുക, ഇതുവരെ എന്നിൽ നിന്ന് നിങ്ങൾക്കൊന്നും കണ്ടും കേട്ടും പഠിക്കാൻ പറ്റിയില്ലേ? നിങ്ങൾക്കൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ലേ? വാസ്തവമായി പ്രിയപ്പെട്ടവരെ, എത്രയോ നാളുകളായി നമ്മൾ ബൈബിൾ വായിക്കുന്നു, എത്രയോ നാളുകളായി സുവിശേഷം നമ്മൾ കേൾക്കുന്നു, എത്രയോ നാളുകളായി എത്രയോ മീറ്റിങ്ങുകളിൽ നമ്മൾ പങ്കെടുക്കുന്നു. നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു രൂപാന്തരം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് കേട്ടുകൊണ്ട് എന്താ പ്രയോജനം? ഏറെ കേട്ടവനോട് ഞാൻ ഏറെ ചോദിക്കുമെന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വചനം കേട്ട് അതിനെ ചെയ്യാതിരുന്ന് നിങ്ങളെ തന്നെ ചതിക്കരുതേ എന്നാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ യാക്കോബ് നമ്മളോട് അപേക്ഷിക്കുന്നത്. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നമ്മളെ തന്നെ ചതിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഇതിനെ നമുക്ക് പ്രായോഗികമാക്കാം. ശിഷ്യന്മാർക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ, ശിഷ്യന്മാർക്ക് അവനെ സൗഖ്യമാക്കാൻ കഴിയും. കർത്താവിൻ്റെ വചനത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ പറഞ്ഞിതാണ്, അവൻ 12 വരെ തൻ്റെ അടുക്കൽ വിളിച്ചു, സകലവിധ വ്യാധിയും ദീനവും പൊറുപ്പിക്കുവാനും ദുരാത്മാക്കളെ പുറത്താക്കുവാനും അവൻ അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. പലപ്പോഴും നമ്മിൽ ദൈവം പകർന്ന അധികാരത്തെയും നമ്മിൽ ദൈവം പകർന്ന അഭിഷേകത്തെയും നമ്മിൽ ദൈവം പകർന്ന കൃപാവരങ്ങളെയും നാം തിരിച്ചറിയാതെ പോകുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ശത്രുവിൻ്റെ പീഡനങ്ങൾ വരുമ്പോൾ, ദുഷ്ടൻ്റെ പ്രലോഭനങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമുക്കതിനെ ജയിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് നാം നിരാശപ്പെടുകയാണ്. പിശാചി നമ്മളെ കുറ്റബോധം കൊണ്ട് നിറയ്ക്കുകയാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവ് നമ്മളെ വിളിച്ചത് ഒരു വെറും ജീവിതത്തിന് വേണ്ടിയല്ല, ഒരു ജയജീവിതത്തിന് വേണ്ടിയാണ്. കർത്താവ് നമ്മളെ വിളിച്ചത് എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കാനല്ല, ഈ ഭൂമിയിൽ മനുഷ്യർക്കും ദൈവത്തിനും കൊള്ളാവുന്നവരായി ജീവിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഈ ബൈബിൾ അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു. നോക്കിയേ, ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യത്തിൽ യേശു കർത്താവ് ആ 70 ശിഷ്യന്മാരോട് പറഞ്ഞത് ഇതാണ്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഇവയൊന്നും ഒരിക്കലും നിങ്ങൾക്കൊരു ദോഷവും വരുത്തുകയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, യേശു കർത്താവ് നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ സ്നേഹത്താൽ നിങ്ങൾ പിടിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, അധികാരം നിങ്ങളിലുണ്ട്, അഭിഷേകം നിങ്ങളിലുണ്ട്, ശത്രുവിനെ ജയിക്കാനുള്ള കൃപ നിങ്ങളിലുണ്ട്. നിങ്ങളത് ഉപയോഗിക്കുക. യോർദാൻ്റെ നദിക്കരയിൽ പുരോഹിതന്മാർ വരുമ്പോൾ വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നു, അവർ അവരുടെ പുതപ്പിനെ എടുത്ത് യോർദാനിൽ അടിച്ചു. യോർദാൻ്റെ മുമ്പിൽ നിന്ന് കരയാനല്ല വിളിച്ചിരിക്കുന്നത്, യോർദാൻ്റെ മുമ്പിൽ നിന്ന് അയ്യോ തോറ്റെന്ന് പറയാനല്ല. നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ നമ്മൾ ഉപയോഗിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം സഭായോഗത്തിൽ കൊട്ടാരക്കര ചർച്ചിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശത്രു നമ്മൾ തന്നെയാണ്. ഒരിക്കലും നമ്മിലുള്ള അഭിഷേകത്തെ നഷ്ടപ്പെടുത്താൻ സാത്താന് കഴിയത്തില്ല. എന്നാൽ നമ്മിലുള്ള അഭിഷേകത്തെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയും. ഞാൻ അവിശ്വസിച്ചാൽ, ഞാൻ പാപം ചെയ്താൽ, ഞാൻ കർത്താവിന് വചനത്തിന് വിരോധമായി പോയാൽ മാത്രമാണ് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ നീറുന്നത്. അല്ലാത്ത പക്ഷം എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നവനെ തൊടുവാൻ സാത്താന് കഴിയുമെന്ന്. പക്ഷെ ഞാൻ വിചാരിച്ചാൽ തൊടാൻ കഴിയും. ഞാനൊരു വാതിൽ തുറന്നു കൊടുക്കാതെ ഒരിക്കലും പിശാചിന് എൻ്റെ അരികിൽ വരാൻ കഴിയില്ല. ഞാൻ പിശാചിന് പിടിക്കാനൊരു ഹാൻഡിൽ കൊടുക്കാതെ ഒരിക്കലും അവന് പിടിച്ചിരിക്കാൻ കഴിയത്തില്ല. ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ പറയട്ടെ, യേശു ക്രിസ്തു എങ്ങനെയാണ് നമ്മളിൽ വന്നത്? വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എൻ്റെ ശബ്ദം കേട്ട് നിങ്ങൾ വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വരും. കർത്താവ് ഒരിക്കലും തള്ളിക്കയറി വരില്ല.
കർത്താവ് ഇടിച്ചു കയറി വരില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ നമ്മൾ കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കുമ്പോഴാണ് കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വരുന്നത്. ഇങ്ങനെ തന്നെയാണ് പിശാചും വരുന്നത്. നമ്മൾ അവനായിട്ടൊരു വാതിൽ തുറന്നു കൊടുക്കാതെ ഒരിക്കലും അവന് നമ്മിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അഭിഷേകത്തിൻ്റെ ശത്രു നമ്മളായി മാറല്ല. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ നന്മകളാൽ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ സമാധാനം കൊണ്ട് നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമുക്ക് ജയജീവിതം തരാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമുക്ക് സകല പാപത്തിൽ നിന്നും ജയം നേടുവാനുള്ള കൃപ തന്നിരിക്കുന്നു. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നിന്റെ ബലഹീനതകളിലാണ് എൻ്റെ കൃപ തികയുന്നത്. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് അനേക ബലഹീനതകളുണ്ട്, നമുക്ക് അനേക വീക്ക് പോയിന്റുകളുണ്ട്. എന്നാൽ ഇതിൻ്റെ നടുവിൽ പിശാചിന് മുതലെടുക്കാൻ നമ്മളായിട്ടൊരു അവസരം കൊടുക്കാതെ നമ്മുടെ ബലഹീനതകളുടെ നടുവിലേക്ക് ദൈവശക്തിയെ നമ്മൾ അപ്ലൈ ചെയ്യുക, ദൈവശക്തിയാൽ അവയെ ജയിക്കുക. മോശയുടെ ജീവിതത്തെക്കുറിച്ച് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ താൽക്കാലിക ഭോഗങ്ങളെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് ഏറ്റവും വലിയ ധനമെന്ന് മോശ തിരഞ്ഞെടുത്തു. അതേ പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ താൽക്കാലിക സുഖങ്ങൾ നമുക്ക് വേണ്ട, ലോകത്തിൻ്റെ താൽക്കാലിക ഇമ്പങ്ങൾ നമുക്ക് വേണ്ട. ആമീൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മക്കളായി നാം അവനെ അനുഗമിക്കുന്നെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി നാം അവനെ അനുഗമിക്കുന്നെങ്കിൽ, ഇതാ സമൂഹം, പുരുഷാരം, മനുഷ്യർ യേശു ക്രിസ്തുവിലുള്ള സ്നേഹം നമ്മിൽ പ്രതീക്ഷിക്കുന്നു, യേശു ക്രിസ്തുവിലുള്ള ക്ഷമ നമ്മളിൽ പ്രതീക്ഷിക്കുന്നു, യേശു ക്രിസ്തുവിലുള്ള സമാധാനം നമ്മിൽ പ്രതീക്ഷിക്കുന്നു, യേശു ക്രിസ്തുവിലുള്ള സന്തോഷം നമ്മളിൽ പ്രതീക്ഷിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറയുന്നു, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിപ്പീൻ. അപ്പോസ്തലനായ പൗലോസിനെ ഒരു വ്യക്തി അനുഗമിച്ചാൽ അവൻ ക്രിസ്തുവിനെ പോലെയാകും. കാരണം പൗലോസ് അനുഗമിക്കുന്നത് ക്രിസ്തുവിനെയാണ്. ഇന്ന് ഈ എപ്പിസോഡ് കാണുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഒരു വ്യക്തി താങ്കളെ അനുഗമിക്കാൻ തീരുമാനിച്ചാൽ ആ വ്യക്തി ക്രിസ്തുവിനെ പോലെ ആകുമോ? ഒരു വ്യക്തി താങ്കൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്താൽ അത് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളായിരിക്കുമോ? ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെടുക, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മടങ്ങി വരിക. ഇന്ന് ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, പുരുഷാരം തർക്കിച്ചതിൻ്റെയും പുരുഷാരം വാദിച്ചതിൻ്റെയും ഇവിടെ വലിയൊരു ആർഗ്യുമെൻറ്റേഷൻ നടന്നതിൻ്റെയും കാരണം യേശു പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിപ്പാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല, യേശു പറഞ്ഞതുപോലെ പറയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, യേശുവിനെ പോലെയാകുവാനാണ് സർവശക്തനാകുന്ന ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ ബാലകനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അരികിൽ കൊണ്ടുവരുവാൻ യേശു ആവശ്യപ്പെട്ടു. ഈ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സത്യം, അവർ ഈ കുഞ്ഞിനെ യേശുവിൻ്റെ അരികിൽ കൊണ്ടുവന്ന സമയത്ത് കർത്താവിനെ കണ്ട മാത്രയിൽ തന്നെ അവൻ നിലത്തു വീണു, പിടച്ചു, നൊരയും പാതയും പുറപ്പെടുവിച്ച് തറയെ കിടന്ന് ഉരുളാനും ബഹളം വയ്ക്കുവാനും തുടങ്ങി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, യേശു കർത്താവ് ചോദിക്കുന്നു, എത്ര നാളായി ഇവനിങ്ങനെ പ്രശ്നമുണ്ട്? അപ്പൻ യേശുവിനോട് പറയുന്നു, ഇവന് ജന്മനാ തന്നെ ഉണ്ട്. എന്നിട്ട് ഈ പിതാവ് യേശുവിനോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കേൾക്കണം. ഗുരുവേ, നിനക്ക് കഴിയുവാണെങ്കിൽ നീ ഇവനെ വിടുവിക്കണം, നീ ഇവനെ സൗഖ്യമാക്കണം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ, കർത്താവ് ആ സമയത്ത് ഈ പിതാവിനോട് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്, എന്നാൽ കഴിയുമെന്നോ വിശ്വസിക്കുന്നവന് സകലതും കഴിയും. ഇത് ഭയങ്കര ശക്തമായൊരു മെസ്സേജാണ്. യേശു ക്രിസ്തു പറയുന്നത് എന്നാൽ കഴിയുമെന്നോ. എന്നാൽ എല്ലാം സാധ്യമാണ്. ദൈവത്തിന് എന്താ അസാധ്യമായിട്ടുള്ളത്? ദൈവത്തിന് എന്താ കഴിയാത്ത? ദൈവത്തിന് സകലത സാധ്യമാണ്. പക്ഷേ ദൈവത്തിലുള്ള ശക്തിയെ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയണമെങ്കിൽ, ദൈവത്തിൽ നിന്നുള്ള ശക്തിയെ നമുക്ക് സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ അതിനുള്ള ഏക ചാലകമാണ്, ഏക വഴിയാണ് ഫെയ്ത്ത്, വിശ്വാസം. വിശ്വാസം നമുക്കുണ്ടാകണം. വിശ്വസിക്കുന്നവന് സകലതും കഴിയുമെന്നാണ് എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുമെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അതേ പ്രിയപ്പെട്ടവരെ, നമുക്കത് വിശ്വസിക്കാൻ കഴിയണം. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പൗലോസ് ശ്ലീഹ പറയുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കി നിങ്ങൾ ഓടണം. എബ്രായർ 11:1-2 വായിക്കുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അപ്പോൾ വിശ്വസിക്കുന്നവരാലാണ് ഇത് സകലതും സാധ്യമാകുന്നത്. ഇന്ന് ഈ എപ്പിസോഡ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ട സത്യം, യേശു ഇന്നും രോഗികളെ സൗഖ്യമാക്കുന്നവനാണ്. പക്ഷേ ആ സൗഖ്യം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം. യേശു ഇന്നും കടഭാരത്തെ മാറ്റുന്നവനാണ്. യേശു ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയം ഉണ്ടായി എന്ന് കരുതി ദൈവം ഒരിക്കലും അശക്തനാകുന്നില്ല. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്കത് കിട്ടിയില്ലെന്ന് കരുതി ദൈവത്തിന് അത് ചെയ്യാതിരിക്കാൻ കഴിവില്ലാത്തവനല്ല.
ദൈവത്തിന് സകലതും ചെയ്യാൻ കഴിയും. പിന്നെ എവിടെ കുറവ് വന്നേ? നമ്മുടെ വിശ്വാസത്തിനാണ് കുറവ് വന്നത്. ആയതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരണമെങ്കിൽ നിങ്ങൾ വിശ്വാസമുള്ളവരാകുക. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും. യേശു ക്രിസ്തു ഈ പിതാവിനോട് ചോദിക്കുന്നു, എന്നാൽ കഴിയുമെന്നോ? വിശ്വസിക്കുന്നവന് സകലതും കഴിയും. ഇന്ന് നിങ്ങളുടെ തലമുറകളെ ഓർത്തോ, നിങ്ങളുടെ ബിസിനസ്സിനെ ഓർത്തോ, നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ആവശ്യങ്ങളെ ഓർത്തോ നിങ്ങൾ ഭാരത്തോടിരിക്കുന്നെങ്കിൽ ദൈവം അതിനകത്ത് പ്രവർത്തിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ദൈവം അതിൻ്റെ മേൽ അത്ഭുതം ചെയ്യുമെന്നുള്ള പൂർണ്ണ നിശ്ചയം നിങ്ങൾക്കുണ്ടാകട്ടെ. വിശ്വാസം എന്നതും ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണെന്നാണ്. ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ കയ്യിൽ അത് കിട്ടിയിട്ടില്ല, എനിക്കത് ലഭിച്ചിട്ടില്ല, ഇപ്പോൾ അത് എൻ്റേതല്ല, പക്ഷെ അത് എൻ്റേതാവും. ദൈവം എനിക്ക് തരും, ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇതാ വിശ്വാസം. ആ ഒരു ഉറപ്പ് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. ലോകപ്രസിദ്ധ സുവിശേഷകനായ D.L. മൂഡി പറഞ്ഞിരിക്കുന്ന പോലെ, വിശ്വാസം എന്ന് പറയുന്നത് ലോകത്തെ ചലിപ്പിക്കുന്ന കരത്തെ നിങ്ങൾക്ക് വേണ്ടി ചലിപ്പിക്കുന്നതാണ്. നിശ്ചയമായിട്ടും ലോകത്തെ മുഴുവൻ ചലിപ്പിക്കുന്ന സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ വിശ്വാസത്തിന് മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. ഒരിക്കൽ ശതാധിപൻ യേശു ക്രിസ്തുവിൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഞാനും അധികാരത്തിൻ്റെ കീഴിലുള്ളവനാണ്. ഞാൻ ഒരുത്തനോട് പോകാ എന്ന് പറഞ്ഞാൽ പോകുന്നു, ഒരുത്തനോട് വരാൻ പറഞ്ഞാൽ വരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് യേശു കർത്താവ് പറയുകയാണ്, അവൻ്റെ വിശ്വാസം കണ്ടിട്ട് യേശു ആശ്ചര്യപ്പെട്ടു. രണ്ട് നിലയിൽ കർത്താവിനെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്, ദൈവത്തെ അതിശയപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, മനുഷ്യൻ്റെ അവിശ്വാസം ദൈവത്തെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. അയ്യോ, മനുഷ്യൻ്റെ അവിശ്വാസം കണ്ടിട്ട് അവനൊന്നും ചെയ്യാൻ കഴിയാതെ പോയിട്ടുണ്ട്. രണ്ട്, മനുഷ്യൻ്റെ വിശ്വാസം കണ്ടിട്ട് ദൈവം അത്ഭുതം കൂറിയിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ അവിശ്വാസം കണ്ടിട്ട് ദൈവം പ്രവർത്തിച്ചില്ല, എന്നാൽ മനുഷ്യൻ്റെ വിശ്വാസം കണ്ടിട്ട് അവൻ ആശ്ചര്യപ്പെട്ട് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. അതെ, ദൈവം പ്രവർത്തിക്കുന്നത് വിമർശിക്കുന്നവർക്ക് വേണ്ടിയല്ല, വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ്. ദൈവം പ്രവർത്തിക്കുന്നത് അവിശ്വസിക്കുന്നവർക്ക് വേണ്ടിയല്ല, വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ്. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നാണ് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുന്നത്. അതെ, വിശ്വസിക്കുന്നവന് സകലതും കഴിയും. ഇവിടെ ആ ദുരാത്മാവിനെ കർത്താവ് ശാസിക്കുന്നു. എങ്ങനെ ശാസിക്കുന്നു? ഊമനും ചെകിടനുമായ ആത്മാവെ ഇവനെ വിട്ടുപോകും. ഊമനോട് സംസാരിക്കാനല്ല കർത്താവ് പറഞ്ഞേ, ചെകിടനായ അവൻ്റെ ചെവിയെ നോക്കി ഇപ്പോഴീ ചെവി തുറക്കട്ടെ എന്നല്ല കർത്താവ് പറഞ്ഞേ, ഊമനും ചെകിടനുമായ ആത്മാവെ ഇവനെ വിട്ടുപോകും. അപ്പോൾ ഇവൻ്റെ ചെവി കേൾക്കാഞ്ഞതിൻ്റെ പിന്നിൽ, ഇവൻ്റെ നാവെടുത്ത് ഇവന് സംസാരിക്കാൻ കഴിയാതെ പോയതിൻ്റെ പിന്നിൽ ഒരു സ്പിരിറ്റായിരുന്നു, ഒരു ആത്മാവായിരുന്നു, ഒരു ദുരാത്മാവായിരുന്നു അവൻ്റെ ചെവിയെ ബന്ധിച്ചിരുന്നത്. ഒരു ദുരാത്മാവായിരുന്നു അവൻ്റെ നാവിനെ ബന്ധിച്ചത്. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ മനസ്സിലാക്കുക, പല രോഗങ്ങളുടെയും പിന്നിൽ ആരാണ്? ഞാൻ വിശ്വസിക്കുന്നു, ദൈവം ഒരിക്കലും നമുക്ക് പരാജയം തരുന്ന ദൈവമല്ല. ദൈവം നമ്മളെ തളർത്തുന്നവനല്ല, ദൈവം നമ്മളെ വളർത്തുന്നവനാണ്. ദൈവം നമ്മളെ ഉടച്ചു കളയുന്നവനല്ല, ദൈവം നമ്മളെ പണിയുന്നവനാണ്. ദൈവം നമ്മളെ നിന്ദിക്കുന്നവനല്ല, ദൈവം നമ്മളെ മാനിക്കുന്നവനാണ്. ദൈവം നമ്മളെ തളർത്തുന്നവനല്ല, ദൈവം നമ്മളെ വളർത്തുന്നവനാണ്. ദൈവം നമ്മളെ രോഗിയാക്കുന്നവനല്ല, അവൻ്റെ അടിപ്പിണരാൽ അവൻ നമുക്ക് സൗഖ്യം തരുന്നവനാണ്. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശ് നമുക്ക് വേണ്ടി ചുമന്നതും അവൻ്റെ ശരീരത്തിൽ 1 അടികൾ ഏറ്റതും അവൻ്റെ ശരീരം ഉഴവുചാല് പോലെ കീറിയതും നമ്മളെ രോഗിയാക്കി കട്ടിലേക്ക് കടത്താനല്ല, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം തരാനാണ്. രോഗത്തിൻ്റെ ഉറവിടം പിശാചാണ്, ശാപത്തിൻ്റെ ഉറവിടം പിശാചാണ്, അസമാധാനത്തിൻ്റെ ഉറവിടം പിശാചാണ്. ഇന്ന് ലോകത്തിൽ കാണുന്ന സകല തിന്മയുടെയും ഉറവിടം സാത്താനാണ്, പിശാചാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാനാണ് ദൈവപുത്രനായ യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ ഇടയിൽ, നിങ്ങളുടെ തലമുറകളുടെ മേൽ ദീർഘവർഷങ്ങളായി അഴിയപ്പെടാതെ കിടക്കുന്ന, ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ അത്ഭുതകരം വെളിപ്പെട്ട് വരാൻ പോകുന്നു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, വീട്ടിനകത്തോട്ട് ചെന്ന് കയറുമ്പോൾ സ്വസ്ഥതയില്ലാത്ത അനുഭവം, വീട്ടിനകത്തോട്ട് ചെന്ന് കയറുമ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയാത്ത അനുഭവം, വീട്ടിനകത്തോട്ട് ചെന്ന് കയറുമ്പോൾ മനസ്സമാധാനം നഷ്ടപ്പെടുന്ന അനുഭവം, എന്നും വഴക്ക്, എന്നും പ്രശ്നങ്ങൾ. ഇന്ന് ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ കരം നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെടുകയാണ്. അതെ, യേശു ഈ ഭൂമിയിലേക്ക് വന്നത് അറക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും വന്ന പിശാചിനെ ഉടച്ചു മാറ്റി നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനുമാണ്. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, യേശു കർത്താവിനെ കണ്ട മാത്രയിൽ ആ ദുരാത്മാവ് നിലത്ത് വീണ് അവൻ നിലവിളിക്കാനായി തുടങ്ങി. വാത്സല്യ സഹോദരങ്ങളെ, ഊമനും ചെകിടനുമായ ആത്മാവെ ഇവനെ വിട്ടുപോകും. അപ്പോൾ ഈ രോഗത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഒരു പൈശാചിക ശക്തി ഉണ്ടായിരുന്നു. ഇതിൻ്റെ പ്രത്യേകത ഈ പിതാവ് തന്നെ, ഈ അപ്പൻ തന്നെ പറയുന്നു, ചെറുപ്പം മുതലേ ഉണ്ട്, പലപ്പോഴും ഇത് വരുന്നു, ഇത് മാറുന്നില്ല. പിശാച് ഒരു മനുഷ്യനിൽ ഒരു രോഗം കൊണ്ടുവച്ചാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ,
എത്ര സ്കാൻ ചെയ്താലും കണ്ടുപിടിക്കാനൊക്കത്തില്ല. പക്ഷേ ഈ വേദനയ്ക്ക് ഒരു മാറ്റമില്ല. ഡോക്ടർമാർ എത്ര ചെക്ക് ചെയ്ത് നോക്കിയിട്ടും അവർക്ക് പ്രശ്നമൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഈ വ്യക്തി വേദന അനുഭവിക്കുക, ഈ വ്യക്തി ഭാരപ്പെടുക. രോഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ ഇതിനെ കണ്ടുപിടിച്ചില്ല. മനുഷ്യർക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തതും മരുന്നുകൾക്ക് സുഖപ്പെടുത്താൻ കഴിയാത്തതും ഒരു ശക്തിക്ക് മാറ്റാൻ കഴിയാത്തതുമായ അസ്വസ്ഥതകളോ അസമാധാനമോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, എന്തൊക്കെ ചെയ്തിട്ടും മാറാത്ത വിഷയങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്നെങ്കിൽ ഓർക്കുക, അതിൻ്റെ പിന്നിൽ പിശാചിൻ്റെ കരമുണ്ട്. എന്നാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ നിരാശപ്പെടേണ്ട. ഇതിനകത്ത് നിങ്ങൾക്ക് പൂർണ്ണ വിടുതൽ തരാൻ ഞാൻ പ്രസംഗിക്കുന്ന ദൈവപുത്രനായ യേശുവിന് കഴിയും. അവൻ്റെ നാമത്തിന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാനുള്ള ശക്തിയുണ്ട്. യേശു കർത്താവ് അതിനെ കൽപ്പിച്ചപ്പോൾ തന്നെ അവനെ വിട്ടുമാറി. അത് പൂർണ്ണമായി അവനെ വിട്ടുമാറി. അവൻ സ്വസ്ഥതയുള്ളവനായി, അവൻ സൗഖ്യമുള്ളവനായി. ഇതിനുശേഷം ഇവർ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ യേശു കർത്താവിനോട് ശിഷ്യന്മാർ സ്വകാര്യമായി ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ ഒത്തിരി ട്രൈ ചെയ്തായിരുന്നു, ഞങ്ങൾക്ക് എന്താ ഇതിനെ പുറത്താക്കാൻ പറ്റാഞ്ഞത്? യേശു കർത്താവ് പറയുന്നു, പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുന്നില്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രാർത്ഥനയാൽ മാത്രമേ ഇതിനകത്ത് വിടുതലുള്ളൂ. നിങ്ങൾ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾക്കും, നിങ്ങൾ അനുഭവിക്കുന്ന മനോഭാരങ്ങൾക്കും, നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കും പ്രാർത്ഥനയിൽ വിടുതലുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഒത്തിരി പ്രയാസപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ കയറി കതകടച്ച് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങുമ്പോൾ കയറിയ വ്യക്തിയല്ല പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത്, നിങ്ങൾ ആള് മാറിയവനെ പോലെയാകും. അതെ, ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക, ഇപ്പോൾ തന്നെ യേശു എന്ന് വിളിക്കാൻ ആരംഭിക്കുക. നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം തരാൻ ദൈവം മതിയായവനാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുത സൗഖ്യം, അത്ഭുത വിടുതൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ പകരാൻ പോകുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ അത്ഭുത സൗഖ്യത്തെ, അത്ഭുത വിടുതലിനെ നിന്റെ ജനത്തിൻ്റെ മേൽ അയക്കണമേ. ഇവരിൽ ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ എന്താണ് അസ്വസ്ഥത എന്ന് അവർക്ക് തന്നെ അറിയില്ല. പല രോഗം, പല അസ്വസ്ഥത, ഒന്ന് കഴിയുമ്പോൾ ഒന്ന്, ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്തത്. ഈ നിലവാരത്തിൽ ഭാരപ്പെടുന്നവർ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത്ഭുതകരമായ വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ മേൽ പകരണമേ. എല്ലാ കെട്ടുകളും ഇപ്പോൾ അഴിയട്ടെ, എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ. ഇപ്പോൾ തന്നെ ഇവർ സൗഖ്യമുള്ളവരാകട്ടെ. രാത്രിയിൽ ഉറങ്ങുവാൻ കഴിയാത്ത അനുഭവമുള്ളവർ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവേ, രാത്രിയിൽ ഉറക്കം വരുന്നില്ല, അസ്വസ്ഥതകളാണ്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ ദുരാത്മാവ് വരെ വിട്ടുമാറട്ടെ. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ ഹോവയെ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് എന്ന വചനം ഞാൻ അവരിലേക്ക് റിലീസ് ചെയ്യുന്ന കർത്താവേ, അത്ഭുത വിടുതൽ അയച്ചതിനായി സ്തോത്രം. നിന്റെ കാര്യം പ്രവർത്തിച്ചതിനാൽ നന്ദി, മഹത്വം അങ്ങേക്ക്. അത് യേശുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾക്കുള്ളതിനെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ. ഈ ഞായറാഴ്ച നടക്കുന്ന ആരാധനയിൽ നിങ്ങൾ പങ്കെടുക്കുക. നിങ്ങൾക്കത് അനുഗ്രഹമായിരിക്കും. സർവശക്തനായ ദൈവം ഏറിയ കൃപകളാൽ നിങ്ങളെ നിറയ്ക്കട്ടെ. അടുത്ത ദിവസം കാണുന്നവരെയും അത്യുന്നതൻ്റെ ചിറകിൻ്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം.